ഹലോ ഞാൻ ഷജ. ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് മലപ്പുറത്തുള്ള എരുമട്ടിൽ നിന്ന് ഞാൻ കുറച്ച് സ്റ്റേഷനറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിക്കാം കേട്ടോ. അത്രയ്ക്ക് മെറ്റീരിയൽസ് ഒന്നും മേടിച്ചിട്ടില്ല, ആകെ കുറച്ച് മെറ്റീരിയൽസ് മാത്രമേ മേടിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. ആദ്യം ഉള്ളത് ഒരു ഗ്ലൂ ടാപ്പാണ്. ഇത് നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്, ബട്ട് യൂസ് ചെയ്യുന്ന രീതി വ്യത്യാസം തന്നേ ഉള്ളൂ. ഇത് വരിക ഒരു ടാപ്പിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സായിട്ട് ടാപ്പ് വരുന്നതായിരിക്കും. ഇതിന് വന്നിട്ടുള്ളത് 160 രൂപയായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് തുറന്നിട്ട് കാണിച്ചു തരാം. ഇത് ഇവിടെയാണ് കേട്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു പേപ്പറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ അവിടെ ഗ്ലൂ ആവും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാവേ. നമ്മൾ നോർമൽ ഗ്ലൂ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആവണ വരെ കാത്തിക്കണം. ബട്ട് ഇത് അപ്പോൾ തന്നെ ഡ്രൈ ആവണതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അടുത്തുള്ളത് ഒരു വാഷി ടാപ്പ് സെറ്റാണ്. ഇതിൽ 5 ടാപ്സ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഇതിന് 100 രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് കേട്ടോ അതിൽ വരുന്ന ടാപ്സ്. 5 ഡിഫറെൻറ്റ് പ്രിൻസിലും കളേഴ്സിലാണ് വരുന്നത്. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാം. അടുത്തത് 2 തിന്നായിട്ടുള്ള വാഷി ടാപ്സാണ്. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചതാണ് കേട്ടോ. രണ്ടും മറ്റേതിലാറെ ഒന്നും കൂടെ തിന്നായിട്ട് വരുന്നതാണ്. ഇതിന് 40 രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. ഒന്നൊരു ഫ്ലോറൽ തീമും ഒന്നൊരു ആരോ തീമിലാണ് വരുന്നത്. രണ്ടിനും ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ ടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഒരു ജേർണലിംഗ് കാർഡ് സെറ്റാണ്. ഒരു ഗ്രീൻ തീമിൽ വരുന്നതാണ് കേട്ടോ. ഇതിന് 200 സംതിങ് ആണ് റേറ്റ് വരുന്നത്. അപ്പം ഇനി അത് തുറന്ന് കാണിച്ചു. ഇതിൽ ടോട്ടൽ 60 പീസസാണ് വരുന്നത്. ഓരോ പ്രിൻറ്റും 3 പേപ്പർ വീതമാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് ഒരു ജേർണലിംഗ് പേപ്പേഴ്സാണ്. ഒരു യൂണിവേഴ്സ് തീമിൽ വരുന്ന പേപ്പേഴ്സാണ്. ഇതെല്ലാം സൈഡ് കീറിയിട്ടും അതുപോലെ തന്നെ ബേൺ ചെയ്തിട്ടും വരുന്ന ടൈപ്പ് ഓഫ് പേപ്പേഴ്സാണ്. ഇതിൽ ഓരോ പ്രിൻസും 2 പേപ്പർ വീതമാണ് കേട്ടോ വരുന്നത്. ഇതിനും 200 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ
പല തീംസും അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ യൂണിവേഴ്സ് തീമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ പേപ്പേഴ്സും ഭയങ്കര ക്വാളിറ്റി പേപ്പേഴ്സായിട്ടാണ് വരുന്നത്. അടുത്തതൊരു വാട്ടർ കളർ ട്യൂബ്സാണ്. ഇത് ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് ക്വാളിറ്റിയിലുള്ള വാട്ടർ കളർ ട്യൂബ്സാണ്. 12 ഷെയ്ഡ്സാണ് വരുന്നത്. 5 ml ആണ് കേട്ടോ വരുന്നത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഭയങ്കരമായിട്ട് സ്കെച്ചൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ചാനൽ തുടങ്ങിയതിന് ശേഷം അധികമായിട്ട് ചെയ്യുമൊന്നുമില്ലായിരുന്നു. ഇപ്പം എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, അതിന് മേടിച്ചതാണ്. ഇതിന് റേറ്റ് വരുന്നത് 210 റുപ്പീസാണ്. ഇതൊക്കെയാണ് കേട്ടോ ഇതിൽ വരുന്ന ഷെയ്ഡ്സ്. അപ്പം ഇനി ഞാനിത് തുറന്നിട്ട് കാണിച്ചു തരാം. ഇതെല്ലാം നല്ല വൈബ്രൻറ്റ് ഷെയ്ഡ്സാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ കേക്ക്സും അവൈലബിൾ ആണ്. എനിക്ക് വീട്ടിൽ വന്നിട്ട് കേക്ക്സ് മേടിച്ചാൽ മതിയായിരുന്നു എന്നൊരു തോട്ടുണ്ടായിരുന്നു. കാരണം അതാവുമ്പോൾ നമുക്ക് പെയിൻ്റൊന്നും വേസ്റ്റ് ആവില്ല. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ ട്യൂബിൽ നിന്ന് പാലറ്റൊക്കെ ആക്കുമ്പോൾ കുറേ പെയിൻറ്റ്സൊക്കെ വേസ്റ്റ് ആവും. ബട്ട് അത് വേസ്റ്റ് ആവില്ല. പിന്നെ മേടിച്ചിട്ടുള്ളത് കുറച്ച് ബ്രഷസൊക്കെയാണ്. ഫസ്റ്റ് ഉള്ളത് വാട്ടർ ബ്രഷ് പെന്നാണ്. ഇത് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിന് 95 റുപ്പീസായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി അതെങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഈ പാർട്ടിലായിട്ട് വാട്ടർ ഫില്ല് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് അത് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണോ വാട്ടർ കണ്ടൻറ്റ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് വാട്ടർ വരും. ഇതിൻ്റെ ബ്രഷ് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ടിപ്പാണ് കേട്ടോ വരുന്നത്. നമുക്കിത് വെച്ചിട്ട് തന്നെ കാലിഗ്രാഫീസൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഞാനത് യൂസ് ചെയ്യുന്നത് കാണിക്കാം. ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ കാണിച്ച വാട്ടർ കളർ ട്യൂബ്സാണ്. അപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നതിന് കാണിച്ചു തരാവേ. ഇതുപോലെയാണ് പ്രസ് ചെയ്യുമ്പോൾ വാട്ടർ ഇങ്ങനെ വരും. അല്ലാതെ വെറുതെ വാട്ടറൊന്നും വരില്ല. നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ വാട്ടർ വരുള്ളൂ. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ പ്രൊഡക്റ്റായിട്ട് തോന്നി. ട്രാവലൊക്കെ ചെയ്യുമ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് ഭയങ്കര ഫൈൻ തിൻ ലൈൻസൊക്കെ കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് കാലിഗ്രാഫീസൊക്കെ ചെയ്യാം കേട്ടോ. അടുത്തതും ഒരു വാട്ടർ കളർ ബ്രഷാണ്. ഇത് 0 പോയിൻറ്റ് ബ്രഷാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് വെച്ചിട്ടും നമുക്ക് ഭയങ്കര തിന്നായിട്ടുള്ള ലൈൻസൊക്കെ വരച്ചു കൊടുക്കാൻ പറ്റും. അടുത്തത് വരുന്നതും ഒരു 0 പോയിൻറ്റ് ബ്രഷ് തന്നെയാണ്. ബട്ട് ഇത് അക്രിലിക് ബ്രഷാണ്. അത് തന്നെ മനസ്സിലാക്കി വെച്ചാൽ ഒന്നിൻ്റെ കുറച്ച് സോഫ്റ്റായിട്ടും മറ്റേതിൻ്റെ കുറച്ച് ഹാർഡായിട്ടുള്ള ടിപ്സായിരിക്കും. ഇത് നമുക്ക് വാട്ടർ കളേഴ്സിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വാട്ടർ കളറിൻ്റെ ബ്രഷസ് അക്രിലിക്കിനും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് വെച്ചിട്ട് ഭയങ്കര തിന്നായിട്ടുള്ള ലൈൻസ് വരച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അടുത്തത് 2 വാട്ടർ കളർ ബ്രഷസാണ്. ഒരു ഫ്ലാറ്റ് ബ്രഷും ഒരു റൗണ്ട് ബ്രഷുമാണ് വരുന്നത്. അതിൻ്റെ സ്റ്റിക്ക് ഭയങ്കര പേസ്റ്റൽ ഷെയ്ഡിലാണ് വരുന്നത്. അത് കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ.
ഇതിന് രണ്ടിനും വരുന്നത് 40 റുപ്പീസ് ആയിട്ടാണ്. നല്ല ബ്രഷായിട്ട് എനിക്കിത് തോന്നി കേട്ടോ. വാട്ടറൊക്കെ നല്ലപോലെ തന്നെ സ്റ്റോർ ആവണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അവ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ടിപ്പ് ഭയങ്കര സോഫ്റ്റായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിക്കിൻ്റെ കളറ് ഭയങ്കര പേസ്റ്റൽ ഷെയ്ഡാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 4 ആണ് കേട്ടോ. അതുപോലെ തന്നെ റൗണ്ട് ബ്രഷിൻ്റെ സൈസും വരുന്നത് 4N ആണ്. ഇതിൻ്റെ ടിപ്പ് ഭയങ്കര പോയിൻ്റായിട്ട് വരുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രഷർ അപ്ലൈ ചെയ്താൽ നമുക്ക് അത് റൗണ്ട് ബ്രഷിൻ്റെ പോലെ തന്നെ യൂസ് ചെയ്യാൻ ചെയ്യാം. അടുത്തത് ഒരു ആർട്ട് ഇറേസറാണ് കേട്ടോ. ഇത് നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങും അതുപോലെ തന്നെ ചാർക്കോൾ ഡ്രോയിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ചെയ്യണമെങ്കിലും അതേപോലെ തന്നെ ഭയങ്കര ഷാർപ്പായിട്ട് ഇറേസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇനി ഞാനിത് കാണിച്ചു തരാം കേട്ടോ തുറന്നിട്ട്. ഇതിന് വരുന്നത് 55 റുപ്പീസാണ്. ഇത് വരുന്നത് നമ്മളുടെ ക്ലേലയുടെ ഒന്നും കൂടെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. ഇതുപോലെ നമുക്ക് അതിൻ്റെ എഡ്ജസൊക്കെ ഇതുപോലെ ഷാർപ്പാക്കിയിട്ട് ഇറേസ് ചെയ്താൽ ഭയങ്കര പോയിൻ്റായിട്ട് ഇറേസ് ചെയ്ത് കിട്ടും. അടുത്തത് വരുന്നത് ഒരു ക്യാൻവാസ് ബോർഡാണ്. ക്യാമലിൻ്റെ ക്യാൻവാസ് ബോർഡാണ് വെച്ചിട്ടുള്ളത്. 8x10 ഇഞ്ചസിൽ വരുന്നതാണ്. ഇതിന് വന്നിട്ടുള്ളത് 90 രൂപയാണ്. ഇത് ഞാൻ തുറക്കുന്നില്ല കേട്ടോ, കാരണം യൂസ് ആക്കുമ്പോൾ തുറക്കണമായിരിക്കും നല്ലത്. ഇതിൽ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. Bye.